വലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. ത്യാഗോജലമായ ജീവിതം കാഴ്ചവെച്ച് ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന യാത്രയായ പ്രവാചകനെ സ്മരിച്ചുകൊണ്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഓർമ്മകളായ വരക്കുന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് ഇതര നാടുകളിൽ നിന്നും സംഗമിച്ച ജനലക്ഷങ്ങൾ അറഫ മൈതാനിയിൽ ഒരുമിച്ചുകൂടി ആ കർമ്മങ്ങൾ പൂർത്തിയായി. ഇന്ന് ദുൽഹിജ്ജ 10. അവിടെ ദുൽഹിജ്ജ 10ൻ്റെ ദിവസം അവർ മിനയിൽ കല്ലെറിയുന്ന സംരംഭങ്ങളാണ് ഇപ്പോൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് അവിടെ കല്ലേറ് നടന്നുകൊണ്ടിരിക്കും. ഇതിന് ശേഷം ദുൽഹിജ്ജ 8 മുതൽ 13 വരെയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. ഈ കർമ്മങ്ങളൊക്കെ നല്ല നിലയിൽ പൂർത്തിയാക്കി അവർ ആത്മസംതൃപ്തിയോടെ മടങ്ങുമ്പോൾ നമുക്ക് വേണ്ടിയും ലോക ജനതയ്ക്ക് വേണ്ടിയും അവർ ആ പുണ്യഭൂമിയിൽ വെച്ച് പ്രാർത്ഥിക്കും. നാം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ സെറ്റപ്പോടുകൂടെ ഉള്ള ഈ ഹജ്ജ് കർമ്മം ഓരോ ചവിട്ടടികളും അവർ പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് അവർ കഅബയുടെ ചുറ്റുഭാഗത്തും വലയം ചെയ്യുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ഒരേ നാഥനിലേക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന ആ മന്ത്രം ഉച്ചരിച്ചു കൊണ്ടാണ് ആ പുണ്യമായ ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്നത്. അവരിൽ വയസ്സായവരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും പുരുഷന്മാരും എല്ലാവരും അറഫ മൈതാനിയിലും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ ഒരുമിച്ച് കൂടിയ ഈ സംഗമത്തിൽ എനിക്ക് പറയാനുള്ളത്, അവിടെ വിവേചനമില്ല, ഒരാളും ഒരാളെക്കാൾ മഹത്വമില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് ഒരേ വേഷത്തിൽ ഒരേ ഒരു വേഷം. എല്ലാവരും അവിടെ രാജാക്കന്മാരെന്നോ മന്ത്രിമാരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും സംഗമിക്കുന്ന ഈ സംഗമം ഹജ്ജ് അറഫ സംഗമം ഈ കഴിഞ്ഞ സ്ഥിതിക്ക് അൽ ഹജ്ജു അറഫയാണ് ഹജ്ജ് എന്ന് പറയുന്ന ആ അറഫയിലേക്ക് പോകാൻ കഴിയാത്തവരെ, ഹോസ്പിറ്റലിലുള്ളവരെ പോലും എന്ത് ചെയ്യുന്നു, ആംബുലൻസിൽ അബോധാവസ്ഥയിലായിക്കൊണ്ടാണെങ്കിലും അവരവിടെ ഹാജരാക്കുന്നു. ഈ അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമുക്കും സാധിക്കണം. ഈ ചെറിയ കഴിവില്ലാത്ത അല്ലെങ്കിൽ ബലഹീനനായ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറാതെ, നിർബന്ധമായ ഹജ്ജ് നമുക്കും നിർബന്ധമാണെങ്കിൽ നമ്മൾ ചെയ്യാതെ മരിച്ചു പോയാൽ നമ്മൾ ദോഷികളായിത്തീരും. നിസ്കരിക്കാതെ മരിച്ചാൽ ദോഷികളാകുന്നത് പോലെ തന്നെ ഹജ്ജ് ചെയ്യാതെ മരിച്ചവരും ദോഷികളാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹജ്ജ് ചെയ്യാനും അതിനുള്ള എല്ലാ സാമ്പത്തിക കഴിവും നമുക്ക് ഒത്തു വന്നിട്ട് പോലും ഹജ്ജ് ചെയ്യാത്തവർ അങ്ങനെ മരിച്ചാൽ അവരെ മക്കളത് ഏറ്റെടുത്തുകൊണ്ട് പകരം ഹജ്ജ് ചെയ്യാതെ അവർ സമ്പത്ത് വിഹിതിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ അവിടെ നടത്തുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് അവരവിടെ നടത്തുന്ന കർമ്മങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും കൊണ്ടുവരികയും അവരവിടെ നമുക്കിവിടെ ബലികർമ്മം നടത്തിക്കൊണ്ട് ആ ഹജ്ജിൻ്റെ സന്ദേശങ്ങൾ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനം അത് നാം ഇവിടെ ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാം.